ദൈവമേ, ഇവളുടെ ശരീരം കണ്ടിട്ട് എനിക്ക് തന്നെ ഒന്നും അടക്കാൻ പറ്റുന്നില്ലല്ലോ. ഇപ്പൊ അനിയൻ കണ്ടാ എന്തൊക്കെ ചെയ്യുവോ? എവിടെ പോയി? നല്ല തുള്ളിച്ചാടി വരുന്നുണ്ടല്ലോ. ഹായ് വിജയ. ഒന്ന് പോടി. അമ്പലത്തില് മയിലിനെ പോലെ എന്തൊരാട്ടമായിരുന്നു. മയില് തന്നെ തോറ്റു. നാട്ടിലെല്ലാരും നിന്റെ ഡാൻസിനെ പറ്റിയാ പറയണേ. അതും വലിയ വീട്ടിലെ ചെക്കനാ അധികം. ചേച്ചിയോട് എന്തോരം പുകഴ്ത്തി പറഞ്ഞെന്നറിയോ? സത്യമായിട്ടും എന്റെ ഡാൻസ് അത്രയ്ക്ക് ഇഷ്ടപ്പെട്ടോ? ഇഷ്ടപ്പെട്ടത് മാത്രമല്ല വിജയ, ഇവിടുന്ന് നിന്നെ എങ്ങനെയെങ്കിലും ഡൽഹിക്ക് വിടണമെന്ന് പറഞ്ഞ് രത്ന ചേച്ചിയുടെ സ്വൈര്യം കെടുത്തു. അറിയോ നിനക്ക്? ശരിക്കും? നിന്റെ ഡാൻസ് കണ്ടിട്ട് എല്ലാം മറന്ന് ഒന്നും തരാതെ വന്നല്ലോ എന്നോർത്ത് വലിയ വീട്ടിലെ ചെക്കൻ ഒരുപാട് വിഷമിച്ചു. അറിയോ നിനക്ക്? നീ പോയി കയ്യോടെ വിജയെ വിളിച്ചോണ്ട് വാ. ചേച്ചിയുടെ കൈ കൊണ്ട് വലിയ സമ്മാനം തരണമെന്ന് പറഞ്ഞു. അങ്ങനെയാണോ? ഞാൻ അമ്മയോട് പറഞ്ഞിട്ട് വേഗം വരാം. അതെ, അമ്മേനെ അമ്മായിനെ ചേച്ചിയെ നാട്ടിലൊക്കെ കൊണ്ടുപോവാ. നിനക്ക് ദൈവ സൗന്ദര്യം തന്നിട്ടുണ്ടെങ്കിലും ബുദ്ധി തന്നിട്ടേ ഇല്ല. ഞാൻ പറയുന്നത് കേക്ക്. സ്വർണ്ണപ്പല്ലക്ക് വരുമ്പോ കേറിയിരിക്കണം. അല്ല, നീ എന്തിനാ പേടിക്കണേ? ഞാനില്ലേ കൂടെ. പോകാം, വാ. വാ വിജയ, വാ ഇരിക്കി. വരൂ, വാ ഇരിക്കി. ഫ്രൂട്ട്സ് എന്തെങ്കിലും വേണോ? വേണ്ട സർ. നിന്റെ ഡാൻസ് നന്നായിരുന്നു വിജയ. നിനക്കറിയോ, ഇന്നലെ രാത്രി ഞാനും ചേച്ചി നിന്നെ പറ്റിയാ സംസാരിച്ചോണ്ടിരുന്നേ. താങ്ക് യു സർ. നിന്നോട് ഒരു കാര്യം പറയാനുണ്ട്. പറയൂ സർ. വിജയ, നിന്നെ എനിക്ക് ഒരുപാട് ഇഷ്ടമാണ് വിജയ. ഒരു പ്രാവശ്യം ഒരു നൈറ്റ് എന്നോട് ഇരിക്കും വിജയ. സർ സർ, നിങ്ങൾ എന്തീ പറയുന്നത്? വിജയ, എന്നെ പറ്റി നിനക്കൊന്നും അറിയില്ല വിജയ. എനിക്ക് ഒരുപാട് കോണ്ടാക്ട്സ് ഉണ്ട്. നിന്റെ ഡാൻസിന് ഡൽഹി വരെ കൊണ്ടുപോകാം വിജയ. പ്ലീസ്, ഞാൻ പറയുന്നത് കേക്ക് വിജയ. നിന്നെ എനിക്ക് അത്രയ്ക്ക് ഇഷ്ടമാണ് വിജയ. പ്ലീസ് വിജയ, ഒരു പ്രാവശ്യം വിജയ. പ്ലീസ് വിജയ, ഐ ലവ് യു വിജയ. വിജയ, നിന്നെ എനിക്ക് അത്രയ്ക്ക് ഇഷ്ടമായോണ്ടല്ലോ വിജയ. ഞാൻ പറയുന്നത് കേക്ക് വിജയ. വിജയ പ്ലീസ് വിജയ, ഞാൻ പറയുന്നത് കേക്ക് വിജയ. ഐ ലവ് യു. എടാ, ഞാൻ മറ്റു പെണ്ണുങ്ങളെ പോലെയല്ല. ഇനി ഒരു തവണ കൂടി നീ എന്റെ ദേഹത്ത് കൈവച്ചാ നിന്നുണ്ടല്ലോ കൊല്ലും ഞാൻ. അങ്ങോട്ട് നോക്ക് ചേച്ചി. നാണമില്ലാതെ ഒരു പെണ്ണിന്റെ കയ്യിൽ നിന്ന് അടി വാങ്ങിയിട്ട് ഇവിടെ വന്ന് കുടിച്ചോണ്ടിരിക്കുന്നോ? പോയെടുക്കടാ. നമ്മളെ കണ്ട ആണുങ്ങൾ പോലും ഭയന്ന് നിൽക്കും. അങ്ങനെയുള്ളപ്പോ ആഫ്റ്റർ ഓൾ ഒരു പെണ്ണിന്റെ കയ്യിന്ന്. പിന്നെ ഇവന് നീ തമ്മിൽ എന്താ വ്യത്യാസം? ഞാൻ അവളെ അവിടെ വെച്ച് തന്നെ തീർത്തേനെ. പെണ്ണായതുകൊണ്ടാ വിട്ടത്. എടാ, പ്രതികാരത്തിന്റെയും മര്യാദയുടെയും കാര്യത്തില് ആൺ പെൺ വ്യത്യാസം ചിന്തിക്കാനേ പാടില്ല. തോന്നു കൊടുത്ത തലേ കയറി നിരങ്ങും. വിട് ചേച്ചി, അത് നല്ല ചിവരിനുള്ളിൽ നടന്നതല്ലേ. അതിനെന്തിനിങ്ങനെ വലുതാക്കണേ? കണ്ടില്ലേടാ ഇവനെ? സന്ദർഭം വന്ന നമ്മുടെ എച്ചിൽ നിന്ന് നമ്മുടെ പിന്നാലെ നടക്കുന്ന നായ പോലും നമ്മളെ ഉപദേശിക്കും. അപമാനിക്കപ്പെട്ടത് എവിടെ വെച്ചിട്ടാണെന്നുള്ളത് പ്രധാനമല്ല. ആ അപമാനത്തിൽ നിന്ന് എന്നേക്കുമായി പുറത്തു വരണമെന്നുണ്ടെങ്കിൽ ഇനിയൊരു ജന്മം കൂടി എടുക്കേണ്ടി വരും. എനിക്ക് ഒരേ ഒരു ചാൻസ് താ ചേച്ചി. എന്റെ മാനം ഞാൻ തിരിച്ചു പിടിക്കും. ഇല്ലെങ്കിൽ എന്റെ ശവമായിരിക്കും ചേച്ചി കാണുന്നത്. അനിയ, നിന്റെ വായിൽ നിന്ന് അങ്ങനെ ഒരു വാക്ക് അറിയാണ്ട് പോലും വരരുത്. മരണഭയം നമ്മുടെ ശത്രുക്കളുടെ കണ്ണിലേ കാണാൻ പാടുള്ളൂ, നമ്മുടെ മനസ്സിലുണ്ടാവരുത്. ഇന്നലെ ഞാൻ അവനെ തല്ലിയപ്പോ എനിക്കൊന്നും തോന്നിയില്ല. പക്ഷെ ആ കാര്യം ഇപ്പൊ ആലോചിക്കുമ്പോ എനിക്ക് പേടിയാവുക. ഈ പെണ്ണുങ്ങളുണ്ടല്ലോ, ഒരു പ്രശ്നം എന്നാ ധൈര്യമായിട്ട് നേരിടും. അത് കഴിഞ്ഞിങ്ങനെ പേടിച്ചോണ്ടിരിക്കും. അന്ന് നീ ചെയ്തത് കറക്റ്റാ. അത് ശരിയാണെങ്കിലും ഫയാസിനൊന്നും ചെയ്യില്ലായിരിക്കുമല്ലേ? ചെയ്യുന്നവനായിരുന്നെങ്കിൽ ഇന്നലെ തന്നെ ചെയ്തേനെ. അവൻ അത്രയ്ക്ക് ധൈര്യമൊന്നുമില്ല. അതുമല്ല, നീ ആരാ? ധീര വനിതയല്ലേ. പെണ്ണടിച്ചു എന്ന് ആരെങ്കിലും പറയുമോ? ഇനി മേലാൽ അവൻ നിന്റെ വഴിക്ക് വരില്ല. അതല്ല, ഈ കാര്യം നീ വീട്ടിൽ പറഞ്ഞായിരുന്നോ? അതെങ്ങനെ പറയാനാ?
ഇതിങ്ങനെ വീട്ടിൽ പറഞ്ഞാ എന്നെ ചേച്ചിയുടെ അടുത്തേക്ക് അയക്കും. അയ്യോ, നിന്റെ ചേച്ചി നിന്നേക്കാൾ ഡേഞ്ചറാ. നീയാണെങ്കിൽ വയറ്റിലായി ചവിട്ടിയെ. ചേച്ചി എവിടെയാ ചവിട്ടാന്ന് അവർക്ക് തന്നെ അറിയില്ല. അതുകൊണ്ട് ഇത് വീട്ടിൽ പറയാതിരിക്കുന്ന ബെറ്റർ. അല്ല, എന്തായി നിന്റെ കാര്യം? നീ ഉള്ളപ്പോ ആരാ എന്നോട് പ്രശ്നം ഉണ്ടാക്കാൻ വരിക? ഇങ്ങനെ പറയാൻ നിനക്ക് നാണാവുന്നില്ലേ? ഇതിന്ന് ഒരു കാര്യം മനസ്സിലായി. റൊമാൻസിന്റെ കാര്യത്തില് നിന്നോട് കുറച്ച് സൂക്ഷിച്ചു വേണം. അങ്ങനെയൊന്നുമില്ല. ആ കാര്യത്തില് ഞാനാ നിന്നെക്കാൾ ഫസ്റ്റ്. സത്യമായിട്ടും എന്താ കാണണോ? ജഗദീഷ്, അവനെ നോക്കിക്കോടാ. അവിടെ വെച്ച് എന്നെ തല്ലിയിട്ട് ഇവിടെ വന്ന് അവനോട് റൊമാൻസ് കാണിക്കുന്ന അല്ലോടി. അന്ന് ഓരോ അടിയിൽ വെറുതെ വിട്ടു. ഇനി നിന്നെ അടിച്ച നിനക്ക് നിന്റെ കുടുംബം നടത്താൻ പറ്റില്ല. അങ്ങനെയാണോടി? നിന്നെ പോലുള്ള അഹങ്കാരികളോട് റൊമാൻസ് കാണിച്ച വളരെ സൂപ്പർ ആയിരിക്കും. അവന്റെ കാര്യം നിങ്ങൾ നോക്കോ, ഇവിടെ കാര്യം ഞാൻ നോക്കോളാം. നടക്കേ ജഗദീഷ്, നടക്കടി. ജീവനെ തുല്യം സ്നേഹിച്ച എന്റെ വിജയെ എന്റെ കൺമുമ്പിൽ വെച്ച് വലിച്ചുകൊണ്ട് പോയപ്പോ ഒന്നും ചെയ്യാൻ പറ്റാതെ നിസ്സഹാനെ നോക്കിയിരുന്നത് സാർ. ആ രാക്ഷസൻ എന്റെ വിജയ എന്ത് ചെയ്തെന്നോ അവള് ജീവനോടെ ഉണ്ടോ ഇല്ലയോ എന്ന് പോലും എനിക്കറിയില്ല സാർ. ഈ കാര്യം നീ കോടതിയിൽ എന്തുകൊണ്ട് പറഞ്ഞില്ല? അന്ന് CI സേതുപതി എന്നെ ഇതുപോലെ കോടതിയിലും വാ തുറക്കാതെ മിണ്ടാതിരുന്നോണം. എന്തെങ്കിലും ഹീറോയിസം കാട്ടി കോടതിയിൽ സത്യം തുറന്നു പറയാനാണ് ഭാവമെങ്കിൽ നിന്നെയും ദുർഗേനെയും രണ്ടുപേരെയും തീർത്ത് കളയും. എനിക്കെന്ത് പറ്റിയാലും കുഴപ്പമില്ല സാർ. അവര് സുരക്ഷിതരായിരിക്കട്ടെ എന്ന് വിചാരിച്ചിട്ടാ ഞാൻ കോടതിയിൽ വായ തുറക്കാണ്ടിരുന്നത്. വക്കീലിനോട് സംസാരിച്ച് നിനക്ക് ജാമ്യം തരാനുള്ള ഏർപ്പാട് ചെയ്യാം. അവൻ എവിടെയാണെങ്കിലും കണ്ടുപിടിച്ച് സത്യം ഞാൻ പുറത്തു കൊണ്ടുവരും. സകല ചെറ്റത്തരം കാണിച്ചിട്ട് നീ ഇവിടെ എൻജോയ് ചെയ്യാണല്ലേടാ? ഡാ, ആരടാ നീ? ഞാൻ ആരാണെന്നറിയോ? നീ ആരാണെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. ഇനി ഞാൻ ആരാന്ന് നിനക്ക് കാണിച്ചു തരാം. നടക്കട. ഏയ് DCP, വെൽക്കം രത്നപ്രഭ മേഡം. നിങ്ങളെ വരവേൽക്കുന്നതിനായി ഈ സ്റ്റേഷന്റെ വാതിൽ എപ്പോഴും ഏത് സമയവും തുറന്നു തന്നെ കിടക്കും. ഷട്ട് അപ്പ്. എന്റെ അനിയൻ എവിടെ? ഒരു കംപ്ലൈന്റ് എഴുതിയതാ, ഞാൻ കണ്ടുപിടിച്ചു തരാന്നേ. എന്റെ അനിയനെ നീ അറസ്റ്റ് ചെയ്തത്? രാമയ്യ സർ, അങ്ങനെയാണോ? പ്രൂഫ് കയ്യിലുണ്ട്. ഏയ്, എന്നെ ദേഷ്യം പിടിപ്പിക്കരുത്. Shut up. ഇത് നിന്റെ വീടാണെന്ന് വിചാരിച്ചു? പോലീസ് സ്റ്റേഷൻ. ശബ്ദം താഴ്ത്തി സംസാരിച്ചില്ലെങ്കിലുണ്ടല്ലോ നിന്നെയും അകത്തിടും ഞാൻ. എടാ, സർ, സ്റ്റേഷനിൽ വരുന്ന വലിയ ആൾക്കാരോടൊക്കെ താൻ ഇങ്ങനെയാണോ പെരുമാറുന്നേ? ഇവരാണോ സാർ വലിയ ആൾ? ഓ, കുറയ്ക്കേ. തന്റെ ഈ ദേഷ്യമോ കുറയ്ക്കാൻ പറഞ്ഞേ. സോറി സർ. ഇവിടെ നോക്കി SP സർ, എന്റെ അനിയനെ ഇയാളാണ് അറസ്റ്റ് ചെയ്ത് കൂട്ടിക്കൊണ്ടുവന്നിരിക്കുന്നത്. 24 മണിക്കൂറിനുള്ളിൽ എനിക്ക് എന്റെ അനിയനെ തിരിച്ചു കിട്ടണം. കേട്ടില്ലേ? കംപ്ലൈന്റ് എഴുതി തരാൻ പറ സർ. അതൊന്നും പറ്റില്ല. അപ്പോൾ എനിക്ക് എൻക്വയറി ചെയ്യാനും പറ്റത്തില്ല. ഇങ്ങോട്ട് നോക്ക്. തന്റെ മേലധികാരിയെ തന്നോട് ഓർഡർ ഇടുന്നേ. ഈ കേസ് സീരിയസ് ആയിട്ട് അന്വേഷിച്ച് അദ്ദേഹം എവിടെ ഉണ്ടെന്ന് കണ്ടുപിടിച്ച് എന്റെ മുമ്പിൽ ഹാജരാക്ക്. ഓക്കെ സർ, ഐ വിൽ ട്രൈ.